ഒരു പേര് പറയുവാൻ ഇപ്പോൾ രണ്ടു വട്ടം ആലോചിക്കണമെങ്കിൽ അത് വീർ ദാമോദർ സവർക്കർ എന്ന പേരായിരിക്കും. വിവാദങ്ങൾക്കപ്പുറം ആരാണ് സവർക്കർ? കേവലം ഒരു അധിനിവേശ വിരുദ്ധ രക്തസാക്ഷിയോ അടിയറവ് പറയാത്ത പരമ്പരാഗത മതമൗലികവാദിയോ ആയിരുന്നില്ല അദ്ദേഹം. മറിച്ച് ചിതറിക്കിടന്ന ഒരു കൊളോണിയൽ ജനതയെ ഏകോപിപ്പിച്ച് സൈനികവൽകൃതമായ ഒരു ശക്തമായ രാഷ്ട്രമാക്കി മാറ്റാൻ ആഗ്രഹിച്ച തീവ്ര ആധുനികതയുടെ വക്താവായിരുന്നു സവർക്കർ. പരമ്പരാഗത മതഗ്രന്ഥങ്ങളിലല്ല, മറിച്ച് 19-ാം നൂറ്റാണ്ടിലെ യൂറോപ്യൻ രാഷ്ട്രീയ തത്വചിന്തയിലും സാമൂഹിക പ്രയോജനവാദത്തിലുമാണ് സവർക്കറുടെ ചിന്താലോകം രൂപപ്പെട്ടത്. 1883 മെയ് 28-ന് ഇന്നത്തെ മഹാരാഷ്ട്രയിലെ നാസിക്കിനടുത്തുള്ള ഭാഗൂർ എന്ന ചെറിയ ഗ്രാമത്തിലാണ് വിനായക് ദാമോദർ സവർക്കർ ജനിക്കുന്നത്. 1897-ൽ പൂനെയിൽ പ്ലേഗ് കമ്മീഷണർ റാൻഡിനെ ചാപ്പേക്കർ സഹോദരന്മാർ വധിച്ച സംഭവവും തുടർന്ന് അവരെ തൂക്കിലേറ്റിയതും നാസിക്കിലെ ഗ്രാമങ്ങളിൽ വലിയ തരംഗമുണ്ടാക്കി. ഈ സംഭവം 14-കാരനായ സവർക്കറെ ആഴത്തിൽ സ്വാധീനിച്ചു. തന്റെ കുലദൈവമായ അഷ്ടഭുജ ഭവാനിയുടെ മുന്നിൽ വെച്ച് നാടിന്റെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ അർപ്പിക്കുമെന്നും സായുധ വിപ്ലവത്തിന്റെ പാത പിന്തുടരുമെന്നും അവൻ പ്രതിജ്ഞയെടുത്തു. പൂനെയിലെ ഫെർഗൂസൺ കോളേജിലെ പഠനകാലത്തും പിന്നീട് ലണ്ടനിലെ ഇന്ത്യ ഹൗസിലും വെച്ചാണ് സവർക്കർ അറേബ്യൻ യൂറോപ്യൻ വിപ്ലവ ചിന്തകളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നത്. ഗിസപ്പെ മാസിനി, ഹെർബർട്ട് സ്പെൻസർ, ചാൾസ് ഡാർവിൻ എന്നിവരുടെ രചനകൾ അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ചു. മാസിനിയുടെ ആത്മകഥ മറാഠിയിലേക്ക് പരിഭാഷപ്പെടുത്തിയ സവർക്കറുടെ കൃതി അന്നത്തെ ഇന്ത്യൻ വിപ്ലവകാരികൾക്കിടയിൽ വലിയ തരംഗമാണ് സൃഷ്ടിച്ചത്. മാസിനിയിൽ നിന്ന് പ്രധാനമായും 2 ആശയങ്ങളാണ് സവർക്കർ ഉൾക്കൊണ്ടത്. രഹസ്യ സംഘടനകൾ എന്ന വിപ്ലവ ഉപകരണം, സാംസ്കാരിക ദേശീയത. യങ് ഇറ്റലി പ്രസ്ഥാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് 200ഓളം വരുന്ന വിപ്ലവകാരികൾ ചേർന്ന് ഈ പ്രസ്ഥാനത്തെ അഭിനവ് ഭാരത് എന്ന് പുനർനാമകരണം ചെയ്തു. പശുവിനെ വിശുദ്ധ മൃഗമായി പൂജിക്കുന്നതും ഭക്ഷണരീതികളിലെ വിലക്കുകളും ആധുനിക ഭൗമരാഷ്ട്രീയ വെല്ലുവിളികൾക്ക് മുന്നിൽ സമൂഹത്തെ ദുർബലപ്പെടുത്തുമെന്നും ജനതയുടെ അന്ധവിശ്വാസങ്ങൾ ശക്തിക്ഷയത്തിന് കാരണമാകുമെന്നും അദ്ദേഹം വാദിച്ചു. 1906-ൽ നിയമപഠനത്തിനെന്ന വ്യാജേന ലണ്ടനിലെ ഗ്രേസ് ഇന്നിലെത്തിയ സവർക്കർ ശ്യാംജി കൃഷ്ണവർമ്മ സ്ഥാപിച്ച ഇന്ത്യ ഹൗസിനെ അന്താരാഷ്ട്ര വിപ്ലവ പ്രവർത്തനങ്ങളുടെ കേന്ദ്ര സ്ഥാനമാക്കി മാറ്റി. ബ്രൗണിംഗ് ഓട്ടോമാറ്റിക് പിസ്റ്റളുകളും ബോംബ് നിർമ്മാണ മാനുവലുകളും ഇന്ത്യയിലേക്ക് രഹസ്യമായി കടത്താൻ സവർക്കർ വഴിയൊരുക്കി. ഇത് 1909-ൽ മദൻലാൽ ധിംഗ്ര നടത്തിയ സർ വില്യം ഹഡ് കഴ്സൺ വൈലിയുടെ വധം ഉൾപ്പെടെയുള്ള ഉന്നതതല രാഷ്ട്രീയ വധശിക്ഷകളിലേക്ക് നയിച്ചു. ദി ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന ഗ്രന്ഥം പൂർത്തിയാക്കി. കൊളോണിയൽ സൈനിക രേഖകൾ വിശകലനം ചെയ്തുകൊണ്ട് ബ്രിട്ടീഷുകാർ സിപ്പാഹി ലഹള എന്ന് നിസാരവൽക്കരിച്ച സംഭവത്തെ ഒരു ഏകോപിത സ്വതന്ത്ര സംഗ്രമമാക്കി അദ്ദേഹം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. പുസ്തകം പുറത്തു വരും മുൻപേ ബ്രിട്ടീഷ് സർക്കാർ അത് നിരോധിച്ചു. എന്നാൽ യൂറോപ്പിലും ഏഷ്യയിലും രഹസ്യമായി പ്രചരിച്ച ഈ ഗ്രന്ഥം ഭഗത് സിംഗിന്റെ നൗജവാൻ ഭാരത് സഭ ഉൾപ്പെടെയുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ആവേശമായി മാറി. 1910-ൽ മാർസെയിൽസിൽ വെച്ച് SS മോറിയ കപ്പലിൽ നിന്ന് സാഹസികമായി ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സവർക്കർ പിടിയിലായി. തുടർന്ന് പ്രത്യേക ട്രൈബ്യൂണൽ അദ്ദേഹത്തിന് 2 ജീവപര്യന്തം തടവ്, ആകെ 50 വർഷത്തെ നാടുകടത്തൽ ശിക്ഷ വിധിച്ചു. ആൻഡമാനിലെ ഭീതിതമായ സെല്ലുലാർ ജയിലിലേക്ക് അയച്ചു. 1931-ൽ അദ്ദേഹം രത്നഗിരിയിൽ പതീത പാവൻ മന്ദിർ സ്ഥാപിച്ചു. ദളിതർ ഉൾപ്പെടെ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും തടസ്സമില്ലാതെ പ്രവേശനം നൽകിയ ഇന്ത്യയിലെ ആദ്യകാല ക്ഷേത്രങ്ങളിൽ ഒന്നായിരുന്നു ഇത്. കൂടാതെ എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ചിരുത്തി അദ്ദേഹം സംഘടിപ്പിച്ച പൊതുസദ്യകൾ അക്കാലത്ത് വലിയ വിപ്ലവമായിരുന്നു. 1937-ൽ തടങ്കലിൽ നിന്ന് പൂർണ്ണമായും മോചിതനായ ശേഷം സവർക്കർ ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തു. ബ്രിട്ടീഷ് ഭരണകൂടത്തോടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടും ഒരുപോലെ എതിരിട്ടുകൊണ്ട് അദ്ദേഹം സംഘടനയെ നയിച്ചു. 2-ാം ലോക മഹായുദ്ധകാലത്ത് കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായി മുന്നോട്ട് പോവുകയും പ്രവശ്യ ഭരണകൂടങ്ങളിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തപ്പോൾ സവർക്കർ ബ്രിട്ടീഷ് ഭരണകൂടവുമായി തന്ത്രപരമായ സഹകരണത്തിന് തയ്യാറായി. സൈന്യത്തെ ഹിന്ദുത്വവൽക്കരിക്കുക, രാഷ്ട്രത്തെ സൈനികവൽക്കരിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി സവർക്കർ ഹിന്ദു യുവാക്കളോട് ബ്രിട്ടീഷ് സൈന്യത്തിൽ ചേരാൻ ആഹ്വാനം ചെയ്തു. ആധുനിക യുദ്ധോപകരണങ്ങളിൽ പരിശീലനം നേടാനും ഓഫീസർ പദവികളിലെത്താനും ഇത് സഹായകരമാകുമെന്ന് അദ്ദേഹം കരുതി. ഗാന്ധി വധത്തിലെ ഗൂഢാലോചന കുറ്റം ആരോപിച്ച് സവർക്കർ അറസ്റ്റ് ചെയ്യപ്പെട്ടു.
ഗാന്ധിവധത്തിന് തൊട്ടു മുൻപ് ഗോഡ്സെയും നാരായണാപ്തെയും ബോംബെയിലെ സവർക്കറുടെ വസതി സന്ദർശിച്ചിരുന്നുവെന്നും വിജയികളായി തിരികെ വരൂ എന്ന് സവർക്കർ അവരെ അനുഗ്രഹിച്ചിരുന്നുവെന്നുമുള്ള മാപ്പുസാക്ഷി ദിഗംബർ ബാഡ്ജയുടെ മൊഴിയായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാന ആയുധം. എന്നാൽ ഒരു മാപ്പുസാക്ഷിയുടെ മൊഴി മാത്രം അടിസ്ഥാനമാക്കി ശിക്ഷിക്കാൻ കഴിയില്ലെന്നും അതിനെ സാധൂകരിക്കുന്ന സ്വതന്ത്ര തെളിവുകളില്ലെന്നും ചൂണ്ടിക്കാട്ടി 1949 ഫെബ്രുവരി 10 സ്പെഷ്യൽ ജഡ്ജ് ആത്മാചരൺ സവർക്കറെ വെറുതെ വിട്ടു. അഭിനവ് ഭാരത് സ്ഥാപിക്കുകയും ഇന്ത്യയിലേക്ക് ആയുധങ്ങൾ കടത്തുകയും അധിനിവേശ വിരുദ്ധ ഗ്രന്ഥങ്ങൾ രചിക്കുകയും ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ ദശാബ്ദകാലത്തോളം കഠിന പീഡനങ്ങൾ അനുഭവിക്കുകയും ചെയ്ത വീരനായ വിപ്ലവകാരിയായാണ് അദ്ദേഹത്തിന്റെ അനുഭാവികൾ സവർക്കറെ കാണുന്നത്. 1911 1920 ഇടയിൽ അദ്ദേഹം സമർപ്പിച്ച ദയാഹർജികളെ ഒറ്റപ്പെട്ട കാരാഗൃഹത്തിൽ കിടന്ന് നശിച്ചു പോകാതെ പുറത്തിറങ്ങി പ്രവർത്തനം തുടരാൻ പുറത്തെടുത്ത തന്ത്രപരമായ പിൻവാങ്ങലായി ഇവർ വിശേഷിപ്പിക്കുന്നു. ഈ ഹർജികൾ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് മുന്നിലുള്ള ആശയപരമായ കീഴടങ്ങളുടെ തെളിവാണെന്ന് കോൺഗ്രസും ഇടതുപക്ഷ ചിന്താധാരകളും ആരോപിക്കുന്നു. എന്തായാലും ചോദ്യവും ഉത്തരവും സവർക്കറാകുമ്പോൾ ഇടതും വലതും വിയർക്കും. ഒഡീസയിൽ ഹോമർ പറയും പോലെ, എ മാൻ ഓഫ് മെനി കോംപ്ലിക്കേഷൻസ്.